മസാല ബോണ്ട് കേസിൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ചില ഇടപാടുകളിൽ വിശദീകരണം ആവശ്യമാണെന്ന് കോടതി. തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യണമെന്ന നിർബന്ധമില്ലെന്ന് ഇ.ഡി. വ്യക്തമാക്കിയിരുന്നു. ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ വിശദവാദത്തിനായി മെയ് 22 മാറ്റി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വിശദവാദം മെയ് 22 നടക്കുക. കോടതി ഇന്ന് നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, മസാല ബോണ്ട് കേസിൽ ഇ.ഡിയുടെ സമൻസിനെതിരെ കിഫ്ബിയും അതോടൊപ്പം തന്നെ തോമസ് ഐസക് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ചില കാര്യങ്ങൾ നിർദ്ദേശം എന്നുള്ള രീതിയിൽ നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഈ ഇ.ഡി സമൻസ് അയച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു ജസ്റ്റിസ് ടി.ആർ. രവി നേരത്തെ ഇ.ഡിക്ക് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചില രേഖകൾ ഹൈക്കോടതിക്ക് കൈമാറി. ഈ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ചില ഇടപാടുകളിൽ തോമസ് ഐസക് വിശദീകരണം നൽകാൻ ബാധ്യസ്ഥനാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇലക്ഷൻ സമയമാണ്, പ്രത്യേകിച്ച് തോമസ് ഐസക് സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ഒരു സമയത്ത് തോമസ് ഐസക്കിനെ ശല്യം ചെയ്യേണ്ടതില്ല എന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇടപാടുകൾ സംബന്ധിച്ച് ചില വിശദീകരണം ആവശ്യമാണ് എന്നുള്ള പരാമർശം ഐസക്കിനെ സംബന്ധിച്ച് ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് മസാല ബോണ്ട് കേസിൽ തനിക്ക് കിഫ്ബി നൽകിയ രേഖകൾക്ക് അപ്പുറത്തേക്ക് തനിക്കൊന്നും പറയാനില്ല എന്നുള്ളൊരു നിലപാടാണ് ഐസക് ഹൈക്കോടതിയിൽ അടക്കം സ്വീകരിച്ചത്. പക്ഷേ ഇ.ഡി ചില രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു. ആ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ചില ഇടപാടുകൾ സംബന്ധിച്ച് വിശദീകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഐസക്കിന് അതിന് മറുപടി പറയേണ്ടി വരും. പക്ഷേ ഇലക്ഷൻ സമയമായതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇ.ഡി ചോദ്യം ചെയ്യരുത് ഐസക്കിനെ എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇ.ഡി അറിയിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യണമെന്ന് തങ്ങൾക്ക് നിർബന്ധമില്ല, പക്ഷേ ഏത് ദിവസം ഹാജരാകുമെന്നുള്ള കാര്യത്തിൽ ഐസക് മറുപടി പറയണമെന്നുള്ള ഒരു നിലപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. എന്തായാലും നിലവിൽ കിഫ്ബിയുടെയും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിന്റെ ഹർജികൾ ഹൈക്കോടതി മെയ് 22 വിശദവാദത്തിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കക്ഷിയേറൽ അപേക്ഷ ഹൈക്കോടതിയിൽ വന്നിരുന്നു. അത് ഹൈക്കോടതി നിരാകരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ചില ഇടപാടുകൾ സംബന്ധിച്ച് മസാല ബോണ്ട് ഇടപാടിൽ ഇ.ഡി ഉന്നയിച്ചിട്ടുള്ള ചില സംശയങ്ങളുണ്ട്. അതിൽ വിശദീകരണം ഐസക് നൽകണമെന്നുള്ള കാര്യത്തിൽ കോടതിക്ക് സംശയമുണ്ടായിട്ടില്ല.